Hi friends, welcome back to afworld. നമ്മളിപ്പോൾ ഈ മഴയൊക്കെ പെയ്തിട്ട് എല്ലായിടത്തും ഭയങ്കര കൊതുകിൻ്റെ ശല്യമൊക്കെ കൂടി വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം എങ്ങനെ ഈ കൊതുകിനൊക്കെ തുരത്താമെന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഈ കൊതുകൊക്കെ ഉണ്ടാകാനുള്ള മെയിനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് വെള്ളം കെട്ടിക്കിടന്നിട്ടാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ ഈ വെള്ളം കെട്ടിക്കിടക്കുന്നത് ഒഴിവാക്കി കഴിഞ്ഞാൽ തന്നെ ഒരു വിധമൊക്കെ നമുക്ക് ഈ കൊതുക് ഉണ്ടാകുന്നത് ഒഴിവാക്കാൻ സാധിക്കും. പിന്നെ ഈ ഒഴിവാക്കാൻ പറ്റാത്ത ഭാഗത്തൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് ഗപ്പീസിനൊക്കെ കൊണ്ടുപോയിട്ട് അതിലിട്ട് കഴിഞ്ഞാൽ എന്തായാലും ആ കൂത്താടിയൊക്കെ ആ ഗപ്പീസ് ഭക്ഷണം ആയിക്കോളും. അപ്പോൾ ഒരുപാട് കൊതുക് ഉണ്ടാകുന്നത് അങ്ങനെ നമുക്ക് തടയാൻ കഴിയും. പിന്നെ കുറച്ച് ഒരു 2 തുള്ളി മണ്ണെണ്ണ കൊണ്ടുപോയിട്ട് ഈ വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലത്ത് കുറച്ച് ഒഴിച്ച് കഴിഞ്ഞാലും ഈ കൂത്താടികളൊക്കെ നശിച്ചു പോയിക്കോളും. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമുക്കൊരു മൊസ്കിറ്റോ ട്രാപ്പ് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതിനെ കുറിച്ചാണ്. വളരെ സിമ്പിളായിട്ട് ഒരു മൊസ്കിറ്റോ ട്രാപ്പ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. അതിന് നമുക്ക് ആദ്യം വേണ്ടത് ഇതുപോലൊരു ബോട്ടിലാണ്. ഇത് നമ്മുടെ അന്ന് ആ കൊക്കക്കോള പരീക്ഷണത്തിനെടുത്ത ആ കൊക്കക്കോളയുടെ ബോട്ടിൽ തന്നെയാണ്. അത് ഇതുപോലെ ഞാൻ 2 പീസായിട്ട് മുറിച്ചിട്ടുണ്ട്. ഏകദേശം കറക്റ്റ് കണ്ടാൽ ഞാൻ അറിയാം. ഒരു 1/4 ഭാഗം ഏകദേശം എടുത്തിട്ടാണ് മുറിച്ചിട്ടുള്ളത്. ശേഷം ഈ ഒരു ഭാഗം നേരെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെച്ച് ഇവിടെ ഒരു സെല്ലോ ടേപ്പൊക്കെ വെച്ച് ടൈറ്റാക്കി ഒട്ടിക്കുക. ശേഷം ഇതിലേക്ക് കുറച്ചു പഞ്ചസാരയും പിന്നെ ഈ ബേക്കിംഗ് സോഡ, നമ്മുടെ ഈ അപ്പക്കാരം എന്ന് പറയുന്ന ബേക്കിംഗ് സോഡയും മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു വെക്കുക. എന്നിട്ട് ഈ കൊതുകുള്ള ഭാഗത്ത് ഇത് കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ ഈ കൊതുക് ഇതിൻ്റെ സ്മെല്ല് കാരണം നേരെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തു പോകാൻ പറ്റാതെ ഇതിൻ്റെ ഉള്ളിൽ പെട്ടുപോകും. അപ്പോൾ എന്തായാലും വളരെ സിമ്പിളായിട്ടുള്ള ഒരു മൊസ്കിറ്റോ ട്രാപ്പാണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ പറ്റുകയാണെങ്കിൽ നിങ്ങൾ എല്ലാവരും ഒന്ന് ചെയ്തു നോക്കുക. പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലൊക്കെ ഇപ്പോൾ ഉള്ള ഒരു സാധനം ഒരു ലിക്വിഡേറ്ററും അതിൻ്റെ ചെറിയൊരു മെഷീനും കൂടെയാണ്. ഇതിപ്പോൾ ഒരു 2 മിനിറ്റ് ഒരു 3 മിനിറ്റ് ശ്വസിച്ച് കഴിഞ്ഞാൽ തന്നെ ആ കൊതുകുകളെല്ലാം ആ ഭാഗത്തു നിന്ന് തന്നെ ഓടിപ്പോകും. പിന്നെ നമ്മളൊരു 6-7 മണിക്കൂറുകൾ നമ്മൾ അത് ശ്വസിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ കെമിക്കൽ ശ്വസിക്കുമ്പോൾ എന്തായാലും നമുക്ക് സൈഡ് എഫക്റ്റ് ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു സംശയമില്ല. അപ്പോൾ ഇത് സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ലാത്ത രീതിയിൽ ഒരു ലിക്വിഡേറ്റർ അതിൽ നിറയ്ക്കാൻ വേണ്ടിയിട്ട് ആ ലിക്വിഡേറ്റർ നിറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ലിക്വിഡ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. നമ്മുടെ ഒരു പഴയ ഒരു ലിക്വിഡേറ്റർ എടുത്തിട്ട് കറക്റ്റായിട്ട് നല്ലപോലെ ക്ലീൻ ചെയ്തെടുക്കുക. ശേഷം അതിലേക്ക് ഈ വേപ്പെണ്ണ പറയുന്നത് നമ്മുടെ ഈ ആയുർവേദ സ്റ്റോറുകളിലൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ അവിടുന്ന് വാങ്ങാൻ കിട്ടും. അതും പിന്നെ ഈ ഒരു കർപ്പൂരം നൈസായിട്ട് ചെറിയ പൊടികളാക്കിയിട്ട് കൈകൊണ്ട് ഇങ്ങനെ പൊടിച്ചാൽ മതി. അതും രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ആ ലിക്വിഡേറ്ററിൻ്റെ ഉള്ളിൽ നിറച്ചിട്ട് അതിൻ്റെ മൂടി അതേപോലെ തന്നെ വെക്കും. ശേഷം അത് അതിൻ്റെ ആ മെഷീനിൽ കൊണ്ടുപോയിട്ട് ഫിറ്റ് ചെയ്ത് വെക്കുക. പിന്നെ അത് ഓണാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ നല്ലൊരു ആ കർപ്പൂരത്തിൻ്റെയും ആ വേപ്പെണ്ണയുടെ ഒക്കെ നല്ലൊരു ഗന്ധം ആ ഭാഗത്തൊക്കെ എല്ലായിടത്തും ഉണ്ടാവുകയും ചെയ്യും. ഈ കൊതുകൊട്ട് ആ ഭാഗത്തേക്ക് വരികയില്ല. പിന്നെ തീരെ സൈഡ് എഫക്റ്റ് ഉണ്ടാവുകയും ചെയ്യില്ല. ഇനി 4മത്തെ കാര്യം, നമ്മളിപ്പോൾ ഈ മെഡിക്കൽ ഷോപ്പുകളിലൊക്കെ പോയിട്ട് നമ്മൾ കൊതുക് കടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ചില കെമിക്കലൊക്കെ നമുക്ക് വാങ്ങാൻ കിട്ടും. അതൊക്കെ നമ്മൾ മേത്ത് തേച്ച് കഴിഞ്ഞാൽ അതിനുണ്ടാവും സൈഡ് എഫക്റ്റ്. അപ്പോൾ ഇതും സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ലാതെ കൊതുകടി ഏൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയൊരു ട്രിക്കാണ് ഞാൻ ഇനി പറഞ്ഞു തരാൻ പോകുന്നത്. അതിനാദ്യം നമുക്ക് വേണ്ടത് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ എടുത്തിട്ട് അതിലേക്ക് നമ്മുടെ ഈ ആക്സ് ഓയിൽ എന്ന് പറഞ്ഞാൽ ഈ കോടാലി എന്നൊക്കെ നമ്മൾ സാധാരണ പറയാറുള്ള ഈ ആക്സ് ഓയിൽ ഒരു 2 തുള്ളി അതിലേക്ക് ഒറ്റിക്കുക. ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയിലേക്ക് ഒരു 2 തുള്ളി ആക്സ് ഓയിൽ ഒറ്റിക്കുക. എന്നിട്ട് ശേഷം അത് നല്ലപോലെ കയ്യിലെടുത്ത് ഉരച്ച ശേഷം മേലൊക്കെ തേച്ച് കഴിഞ്ഞാൽ ഒരു 8 മണിക്കൂറോളം കൊതുക് നമ്മളെ കടിക്കൂല. എന്തായാലും ഉറപ്പാണ്. കാരണം ഈ ഒരു വെളിച്ചെണ്ണയുടെയും ഈ ആക്സ് ഓയിലിൻ്റെയൊക്കെ ആ ഒരു ഗന്ധം കാരണം കൊതുകിന് നമ്മളെ കടിക്കാനായിട്ടുള്ള ഒരു ടെൻഡൻസി വളരെ കുറയും. ഇതൊക്കെ ചിലപ്പോൾ നമ്മുടെ M4 മാസ്റ്റർ പീസ് അങ്ങനെയുള്ള ചാനലുകളിലൊക്കെ നിങ്ങൾ ചെയ്തതായിട്ട് കണ്ടിട്ടുണ്ടാവും. എന്തായാലും ഞാൻ നിങ്ങളോട് ഒന്നുകൂടെ ഇത് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട എന്തായാലും നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടെ നിങ്ങൾ ഷെയർ ചെയ്യാൻ മറക്കരുത്. കൂടാതെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ കൂടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഇതിലും നല്ലൊരു വീഡിയോ നമുക്ക് അടുത്ത ആഴ്ച വീണ്ടും കണ്ടെത്താം.